മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിൽക്കിൽ അഫ്ലാടോക്സിൻസിന്റെ പ്രസൻസ് എങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അഫ്ലാടോക്സിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ മൈക്കോടോക്സിൻസ് അല്ലേ, ചില ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിക് പ്രൊഡക്റ്റ് ആണ് ഈ മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ അഫ്ലാടോക്സിൻ is a type of mycotoxins which is mainly produced by aspergillus. Okay, aspergillus എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഫ്ലാടോക്സിൻസ് പല ടൈപ്പ് ഉണ്ട് ആൻഡ് ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ സീരിയസ് ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാവും. ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ, അതായത് ലിവർ ക്യാൻസർ വരെ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഒരു ടോക്സിൻ ആണ് അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. അപ്പം അഫ്ലാടോക്സിൻ മിൽക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയത് നമുക്ക് അനാലിസിസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ടത് എന്താണ് മൈക്കോടോക്സിൻസ് എന്നാണ് അല്ലെ. മൈക്കോടോക്സിൻസ് എന്ന് പറയുമ്പോൾ ഈ മോൾഡിന്റെ അല്ലെങ്കിൽ ഫംഗസിന്റെ ഒരു മെറ്റബോളിക് പ്രോഡക്റ്റിനെയാണ് നമ്മൾ മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. അത് സെർട്ടൈൻ എൻവയോൺമെന്റൽ അഡ്വേഴ്സ് കണ്ടീഷൻസിലൊക്കെ ഹാർവെസ്റ്റിന് മുമ്പോ അല്ലെങ്കിൽ ഈ എന്താ പറയുക മെയിൻ ആയിട്ട് ഇത് വരുന്നത് ഈ ഗ്രെയിൻസ്, അതുപോലെ തന്നെ പീനട്ട്, അങ്ങനെ നട്ട്സിലും സീരിയൽസിലും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ മൈക്കോടോക്സിൻസിന്റെ പ്രസൻസ് കാണുന്നത്. അത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും, അതായത് ഹാർവെസ്റ്റിന്റെ സമയത്ത് വരാം, സ്റ്റോർ ചെയ്ത് വരുന്ന ആ ഈർപ്പം കൊണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഈ അഫ്ലാടോക്സിൻസ് എന്ന് പറയുന്നത് നമുക്ക് അക്യൂട്ട് ഇഫക്ട്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് ഇഫക്ട്സ്. ലോങ് ടേം ആകുമ്പോൾ അതിനകത്ത് അതായത് ഇത് മ്യൂട്ടാജനിക് ആണ്, അതുപോലെ തന്നെ കാർസിനോജനിക് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഈ എക്സ്പോഷർ ലെവലിന്, അതായത് സിംഗിൾ എക്സ്പോഷർ ഒക്കെ ആണെങ്കിൽ എന്താ പറയുക അത്ര സീരിയസ് എഫക്ട്സ് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. ബട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും, കാർസിനോജനിക് ആയിരിക്കും, ലിവർ ക്യാൻസർ ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ഈ മൈക്കോടോക്സിൻസിൽ ഞാൻ പറഞ്ഞു അഫ്ലാടോക്സിൻ M1 ആണ് മിൽക്കിൽ കാണുന്നത്. അതിന്റെ റെഗുലേറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് 0.5 മൈക്രോഗ്രാം പെർ kg ആണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ബട്ട് അതിലും കൂടുതൽ മിൽക്കിൽ എമൗണ്ട് കണ്ടെത്തിയാൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, ആൻഡ് ഈ അഫ്ലാടോക്സിൻ M1 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടോക്സിക് ആണ്. ഹെപ്പാറ്റോടോക്സിക്, ഞാൻ പറഞ്ഞു ലിവർ സെല്ലിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത് കൂടുതലും, അതുകൊണ്ട് ഹെപ്പാറ്റോടോക്സിക് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എന്താ പറയുക അസോസിയേറ്റഡ് വിത്ത് ലോങ് ടേം ഹെൽത്ത് റിസ്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദ മേജർ പ്രിവെന്റീവ് അപ്രോച്ച്, അതായത് എങ്ങനെ നമുക്ക് ഈ അഫ്ലാടോക്സിൻസിനെ പ്രിവെന്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ലാടോക്സിൻ B1 കണ്ടാമിനേഷൻ, ആനിമൽ ഫീഡ്സിൽ അഫ്ലാടോക്സിൻ B1 കണ്ടാമിനേഷൻ വരാതിരിക്കുക എന്നുള്ളതാണ്. അതെന്താ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുക. അതായത് ഈ അഫ്ലാടോക്സിൻ B1 എന്ന് പറയുന്നത് ആനിമൽസ് കഴിക്കുന്ന ഫുഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മിൽക്കിൽ വരുമ്പം ഈ B1 കൺവേർട്ട് ചെയ്തിട്ട് M1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്രിവെന്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, ആനിമൽ ഫീഡ്സിൽ അഫ്ലാടോക്സിൻ B1 വരാതിരിക്കുക, അതാണ് പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഫ്ലാടോക്സിൻ M1 is mainly seen in milk. Regulatory limit is 0.5 microgram per kg. It is important because it is toxic, hepatotoxic, potentially carcinogenic, and it is also associated with long-term health risk. And the major preventive approach is to control aflatoxin B1 contamination in the animal feed. ഓക്കെ, അപ്പം ഈ അഫ്ലാടോക്സിൻ M1ന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതല്ലാതെ അഫ്ലാടോക്സിൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്കോടോക്സിൻസിൽ ഏറ്റവും എന്താ പറയുക കോമൺ ആയിട്ടും വൈഡ്ലി പ്രിവലന്റ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഈ അഫ്ലാടോക്സിൻസ് ആണ്. ഓക്കെ, അപ്പം അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് എന്ന് പറയുന്നത് ആസ്പെർജില്ലസ് ആണ്. അതായത് ആസ്പെർജില്ലസ് വൈഡ്ലി നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ കാണുന്ന ഒരു ഫംഗസ് ആണ്. ഓക്കെ, അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനും ഏതാണ് കോമൺ ആയിട്ട് കാണുന്നത്, അഫ്ലാടോക്സിൻ തന്നെയാണ്. ഓക്കെ, ദെൻ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ആസ്പെർജില്ലസ് ഫ്ലേവസ് ആൻഡ് ആസ്പെർജില്ലസ് പാരസൈറ്റിക്കസ് ആണ് മെയിൻ ആയിട്ടും ഈ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പേര് വന്നത്.
Aspergillus flavus അതിൽ നിന്നാണ് അഫ്ല എന്ന് പറഞ്ഞ പേര് വന്നത് കേട്ടോ. Aspergillus flavus ആണ് predominantly produces this mycotoxin. So the name aflatoxin. ഇനി അഫ്ലാടോക്സിൻസ് മെയിൻ ആയിട്ടും 6 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് B1, B2, G1 ആൻഡ് G2 ആണ്. ഓക്കെ, അതാണ് ഫുഡിൽ കാണുന്നത്. സാധാരണ ഫുഡിലൊക്കെ കാണുന്നത് ഈ നട്ട്സിലും ഗ്രെയിൻസിലും ഒക്കെ കാണുന്നത് ഏതാണ്? B1, B2, G1, G2 ആയിരിക്കും. ഓക്കെ, പിന്നെയുള്ള രണ്ടെണ്ണമാണ് M1 ഉം M2. ഓക്കെ, M1 ഉം M2 എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനിമൽസ് അതായത് കൗ ഒക്കെ ഈ പറയുന്ന അതായത് അഫ്ലാടോക്സിൻ B1, B2 കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ അത് മെറ്റബോളൈസ് ചെയ്തിട്ട് അഫ്ലാടോക്സിൻ M1 ഉം M2 ആയിട്ടാണ് മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ മിൽക്കിൽ M1, M2 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പൊട്ടൻ്റ് ആയിട്ടുള്ള ടോക്സിൻ ഇസ് B1 ആൻഡ് G1 ആണ്. And this difference is reflected in the legislated levels. B1 ഉം G1 ഉം കൂടുതൽ ടോക്സിക് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും കുറവായിരിക്കും than compared to B2 and G2. ഈ മൈക്കോടോക്സിൻസ് ഡിസ്കവർ ചെയ്യുന്നത് 1960s അപ്പൊ തൊട്ട് ഇതിന് എന്താ പറയുക അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ടെക്നിക്സ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രോമറ്റോഗ്രഫിക് ടെക്നിക്സും എലൈസയും ആണ്. ഓക്കെ, അപ്പം അതാ പറഞ്ഞ മെനി മെത്തേഡ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ദിസ് അഫ്ലാടോക്സിൻസ് ഇൻക്ലൂഡിംഗ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ഇമ്മ്യൂണോ അഫിനിറ്റി ക്രോമറ്റോഗ്രഫി, HPLC or high performance liquid chromatography, ELISA or enzyme linked immunosorbent assay, then liquid chromatography, mass spectrometry. Okay, അത് HPLCയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി MS എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സെലക്ടിവിറ്റിയും സെൻസിറ്റിവിറ്റിയും ഉള്ള ഒരു ടെസ്റ്റ് ആണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അതായത് മിൽക്കിൽ എന്തുമാത്രം ടോക്സിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി മാസ് സ്പെക്ട്രോമെട്രി ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ഭയങ്കര കോസ്റ്റ്ലി ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ യൂസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫീനെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, നമ്മൾ ആന്റിബയോട്ടിക് റെസിഡ്യൂസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തിൻ ലെയർ ക്രോമറ്റോഗ്രഫി എന്താ അല്ലെ. അപ്പൊ സ്റ്റേഷനറി ഫേസും ഉണ്ട്, മൊബൈൽ ഫേസും ഉണ്ട്. സ്റ്റേഷനറി ഫേസ് ഒന്നെങ്കിൽ സിലിക്ക അല്ലെങ്കിൽ അലൂമിന ജെൽ അല്ലെങ്കിൽ സെല്ലുലോസ് ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള ഒരു തിൻ ലെയർ ആയിരിക്കും അല്ലെ. അതൊരു ഇനേർട്ട് മെറ്റീരിയൽ, അതായത് ഒരു ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക്സിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തിൻ ലെയർ കോട്ട് ചെയ്യും. തിൻ ലെയർ എന്ന് പറയുന്നത് സിലിക്ക ആവാം, അലൂമിന ആവാം, അല്ലെങ്കിൽ സെല്ലുലോസ് ആവാം. ഓക്കെ, അപ്പം ഈ ഇനേർട്ട് മെറ്റീരിയലിന് നമ്മൾ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇനി മൊബൈൽ ഫേസ് ഇസ് കംപ്രൈസ്ഡ് ഓഫ് മെത്തനോൾ, അസറ്റോനൈട്രൈൽ, വാട്ടർ മിക്സ്ചർ. എന്താണുള്ളത്? മൊബൈൽ ഫേസിൽ മെത്തനോൾ, അസറ്റോനൈട്രൈൽ, വാട്ടർ മിക്സ്ചർ ആണുള്ളത്. അതെന്താ ചെയ്യുന്നത്? which carries the sample along as it moves through the tense solid stationary phase. Okay, stationary phase-ൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താണ്, സാമ്പിളിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? ഈ മൊബൈൽ ഫേസിനുള്ളത്. മൊബൈൽ ഫേസ് കൺസിസ്റ്റ് ഓഫ് മെത്തനോൾ, അസറ്റോനൈട്രൈൽ ആൻഡ് വാട്ടർ മിക്സ്ചർ. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ TLC-യിൽ അഫ്ലാടോക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള അഫ്ലാടോക്സിൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ദ സോലിബിലിറ്റി ഓഫ് ദിസ് അനലൈറ്റ്സ്. അതായത് അഫ്ലാടോക്സിൻസിനകത്തുള്ള അനലൈറ്റ്സിന്റെ സോലിബിലിറ്റിയുടെ ബേസിസിലാണ്, ഈ രണ്ട് ഫേസസിനോടുള്ള സോലിബിലിറ്റിയുടെ ബേസിസിന്റെ ഡിഫറൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിഫറെന്റ് അനലൈസ് അതിന്റെ മോളിക്കുലർ സ്ട്രക്ചറും അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസും അതിന്റെ മൊബൈൽ ഫേസും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിസിൽ എന്ത് ചെയ്യും, പല രീതിയിലായിരിക്കും അഡ്ഹെയർ ചെയ്യുന്നത്.
ഓക്കെ, ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യും, സ്റ്റേഷനറി ഫേസിൽ കൂടുതൽ അഡ്ഹയർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അത് മൊബൈൽ ഫേസിൽ തന്നെ ഇരുന്നിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ നടക്കുന്നു. ഓക്കെ, ആൻഡ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി നമ്മൾ പല ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസിൽ എന്താ പറയുക ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, അതായത് മിൽക്കിൽ മാത്രമല്ല പല ഫുഡ് പ്രോഡക്ട്സിലും അഫ്ലാടോക്സിൻസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. 1 to 20 ppb ഓഫ് അഫ്ലാടോക്സിൻസ് വരെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വഴി സാധിക്കും. Okay, but in TLC, the distribution of aflatoxins between the mobile phase and the stationary phase is based primarily on the differences in solubility of the analytes in the two phases. Different analytes, depending on their molecular structures and interaction with the stationary and mobile phase, either adhere to the stationary phase more or remain in the mobile phase, thereby allowing for quick and effective separation. Thin layer chromatography has been widely used in the determination of aflatoxins in different foods, and as low as 1 to 20 ppb of aflatoxins has been reported. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പിലുള്ള മൈക്കോടോക്സിൻസിന് ഒരൊറ്റ ടെസ്റ്റ് വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഹൈ ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് സാമ്പിൾ നമ്മൾ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. പ്രെസിഷൻ കുറവാണ്. ഇറ്റ് ലാക്സ് പ്രെസിഷൻ ഡ്യൂ ടു അക്യുമുലേറ്റഡ് എറേഴ്സ്. അതായത് സാമ്പിൾ ആപ്ലിക്കേഷന്റെ സമയത്തോ പ്ലേറ്റ് ഡെവലപ്മെന്റ് സമയത്തോ പ്ലേറ്റ് ഇന്റർപ്രിട്ടേഷന്റെ സമയത്തോ എന്താണ് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രെസിഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ TLCയിൽ കുറച്ച് ഡെവലപ്മെന്റ്സ് നടക്കുന്നത്, TLCയിലുള്ള പോരായ്മകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ ഡെവലപ്മെന്റ്സ് നടന്നു. അങ്ങനെ ഉണ്ടായതാണ് ഹൈ പെർഫോമൻസ് TLC എന്ന് പറയുന്നത്. ഈ ഹൈ പെർഫോമൻസ് TLC has since overcome the problems associated with conventional TLC techniques through automation. അതായത് സാമ്പിളിങ്ങിന്റെ ടൈമിലും അതുപോലെ തന്നെ പ്ലേറ്റ് ഡെവലപ്മെന്റും പ്ലേറ്റ് ഇന്റർപ്രിട്ടേഷനിലുമാണ് എറേഴ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി കുറയുന്നേ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം എന്താണ് ഇവിടെ നമ്മൾ ഓട്ടോമേഷൻ ആണ് യൂസ് ചെയ്തത്. സാമ്പിൾ ആപ്ലിക്കേഷനും പ്ലേറ്റ് ഡെവലപ്മെന്റിനും പ്ലേറ്റ് ഇന്റർപ്രിട്ടേഷനും ഒക്കെ ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് യൂസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ നമുക്ക് നികത്താൻ പറ്റി. അതുകൊണ്ട് ഇപ്പോ ഈ ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് HPLC. HPLC അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. ഇത് തന്നെയാണ് നമ്മൾ ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പം ഈ HPLC എന്ന് പറയുന്നതും ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ക്രോമറ്റോഗ്രഫി ടെക്നിക് ഫോർ ദ സെപ്പറേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പൊ HPLC ടെക്നിക്കിൽ എന്താ പറയുക, ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫേസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റേഷനറി ഫേസ് ഒന്നെങ്കിൽ ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് ട്യൂബിലോ ആയിരിക്കും. ആൻഡ് മൊബൈൽ ഫേസിനകത്ത് ഓർഗാനിക് സോൾവെന്റ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ, മൊബൈൽ ഫേസിൽ ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെന്റ് കാണും. അത് ഈ പറയുന്ന സോളിഡ് അഡ്സോർബ്, അതായത് ഈ ട്യൂബിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യും. ഹൈ പ്രഷറിലായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ഓർ ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി is the most popular chromatographic technique for the separation and determination of organic compounds, and this technique make use of a stationary phase എവിടെയാണ് to a glass or a plastic tube and a mobile phase. എന്താ ഉള്ള മൊബൈൽ ഫേസിൽ aqueous or organic solvent which flow through the solid absorbent. Okay, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേഷനറി ഫേസിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ അനലൈറ്റ് എന്ത് ചെയ്യും, ഈ സ്റ്റേഷനറി ഫേസിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. എന്തിന്റെ ഹെൽപ്പോട് കൂടി, മൊബൈൽ ഫേസിന്റെ ഹെൽപ്പോട് കൂടി. മൊബൈൽ ഫേസ് കൺസിസ്റ്റ് ഓഫ് ഓർഗാനിക് സോൾവെന്റ്സ്. ഓക്കെ, അപ്പം ഇത് നടക്കുന്നത് ഒരു ഹൈ പ്രഷറിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്.
ഈ അനലൈറ്റ്സ് എന്ത് ചെയ്യും, അതിന്റെ അഫിനിറ്റിയുടെ ബേസിസിൽ എന്ത് ചെയ്യും, ഡിഫറെന്റ് രീതിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, അനലൈറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിഫറെന്റ്ലി വിത്തിൻ ദ സ്റ്റേഷനറി ഫേസ് ത്രൂ കെമിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ഇന്ററാക്ഷൻ വിത്ത് ദ സ്റ്റേഷനറി ആൻഡ് മൊബൈൽ ഫേസ്. ഓക്കെ, എന്നിട്ട് ഈ സ്പെസിഫിക് അനലൈറ്റ് എല്യൂട്ടഡ്, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്ന ആ ഒരു ടൈം ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, ആ ഡിറ്റക്ടറിൽ മെൻഷൻ ചെയ്യും അല്ലെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിട്ടൻഷൻ ടൈം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്, ഓൺ ദ നേച്ചർ ഓഫ് ദ അനലൈറ്റ്, അതുപോലെ തന്നെ കമ്പോസിഷൻ ഓഫ് സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. ഓക്കെ, അത് നോക്കണ്ട, അനലൈറ്റിന്റെ നേച്ചറിന്റെ ബേസിസിലാണ് ഈ റിട്ടൻഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, programmable detectors such as either the fluorescent detector കാണും, അല്ലെങ്കിൽ UV detector, അല്ലെങ്കിൽ diode array detector may be used in the detection of the and identification of this aflatoxins. Okay, അപ്പം specific analyte separated ആവുന്നു, അത് നമ്മൾ ഡിറ്റക്ടർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അതിന് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നു. ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ഡിറ്റക്ടർ ഉണ്ട്, UV ഡിറ്റക്ടർ ഉണ്ട്, ഡയോഡ് അറേ ഡിറ്റക്ടർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ HPLC നടക്കുന്നത്. HPLC സോൾവെന്റ് കാണും, ഒരു പമ്പ് കാണും, ഇൻജക്ടർ ഉണ്ടാവും. ഈ ഇൻജക്ടറിലോട്ടാണ് നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു HPLC കോളം, HPLC കോളത്തിൽ വരുന്നു. അവിടെ സ്റ്റേഷനറി ഫേസ് ഓൾറെഡി കാണും, ആൻഡ് ഇത് ഹൈ പ്രഷറിൽ മൂവ് ചെയ്ത് ഡിറ്റക്ടറിൽ എത്തുന്നു. അതായത് HPLC കോളത്തിൽ അനലൈറ്റ് സെപ്പറേറ്റ് ആവുന്നതിനനുസരിച്ച് ഡിറ്റക്ടർ അത് ഡിറ്റക്ട് ചെയ്യുന്നു, ആൻഡ് ഡാറ്റ അക്വിസിഷൻ നടക്കുന്നു. Next is liquid chromatography mass spectrometry. HPLC മെത്തേഡിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത്. അതായത് HPLCയിൽ മാസ് സ്പെക്ട്രോമെട്രിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ UV ലൈറ്റിന്റെയോ അല്ലെങ്കിൽ ഫ്ലൂറസെൻസിന്റെയോ ഒന്നും ആവശ്യം നമുക്കില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട്സ് മാസ് സ്പെക്ട്രോമീറ്റർ വഴി റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ HPLC MS uses small amounts of sample to generate structural information and exhibit low detection limit. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഒരു അഡ്വാൻറ്റേജ് UV വേണ്ട, അതുപോലെ തന്നെ ഫ്ലൂറസെൻസ് ഒന്നും വേണ്ട. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് ഡിറ്റക്ഷൻ ലിമിറ്റ് വളരെ കുറവാണ്. അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഫോർ മൈക്രോടോക്സിൻ അനാലിസിസ് ആൻഡ് മെനി ലാബ്സ് ആർ മൂവിംഗ് ടുവേർഡ്സ് ദിസ് ടെക്നിക് വിച്ച് ഇസ് പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ മൾട്ടി ടോക്സിൻ അനാലിസിസ്. No requirement of derivatization of sample when used in conjunction with LC-MS mass spectrometry. Then multi-toxin analysis lead to more efficient use of time. Okay, ഒറ്റ ടോക്സിൻ അനാലിസിസ് ചെയ്യുന്നതിൽ നല്ലത് മൾട്ടി ടോക്സിൻ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫാർ ബെറ്റർ അല്ലെ, നമുക്ക് ടൈം കൺസംഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബൾക്കി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് എലൈസ. എലൈസ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ എലൈസ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് റിലൈസ് ഓൺ ദ സ്പെസിഫിസിറ്റി ഓഫ് antibody for antigens and the sensitivity is increased. എങ്ങനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കൂടുന്നത്? ആന്റിബോഡീസിനെയോ അല്ലെങ്കിൽ ആന്റിജനെയോ, അതായത് നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഡിറ്റക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ലേബൽ ചെയ്യും. ഓക്കെ, ഒരു എൻസൈം വെച്ചിട്ട് നമ്മൾ ലേബൽ ചെയ്യും, എന്നിട്ട് അതിനെ സ്പെസിഫിക് സബ്സ്ട്രേറ്റ് ക്രോമോസോം സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ എൻസൈം എന്താ ചെയ്യുന്നത്, ഈ സബ്സ്ട്രേറ്റുമായിട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് ക്രോമോസോം സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എലൈസയിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ഒരു ആന്റിജൻ ഉണ്ടാവും, അതിനോട് ബൈൻഡ് ചെയ്യുന്ന ഒരു ആന്റിബോഡി ഉണ്ടാവും, ആ ആന്റിബോഡി നമ്മൾ എൻസൈം ലേബൽ ചെയ്തിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഈ ആന്റിജനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സബ്സ്ട്രേറ്റ് ക്രോമോസോം സിസ്റ്റം ആഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് ക്രോമോസോം സിസ്റ്റം ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്,
enzyme will bind to the substrate and the chromogen system will get activated and നമുക്ക് color produce ചെയ്യും. അങ്ങനെയാണ് ELISA principle work. Okay, അതാണ് ഇവിടെ പറയുന്നത്. Principle of enzyme immunoassay is essentially the same as other immunochemical methods. That is, it relies on the specificity of antibodies for antigens, and the sensitivity of assay is increased by labeling either the antibody or the antigens with an enzyme that can easily assayed by the use of specific substrate. Hence, an antibody immobilized onto a solid support may capture an unlabeled antigen in the analyte, which is subsequently detected by a labeled antibody. അപ്പോൾ ഈ പറയുന്നത് പല ടൈപ്പ് ഓഫ് എലൈസ ഉണ്ട്. അതിനകത്ത് ഇൻഡയറക്റ്റ് എലൈസയുടെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് ഒരു മൈക്രോടൈറ്റർ വെല്ലിലാണ് നമ്മൾ ഈ എലൈസ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതൊരു സോളിഡ് സപ്പോർട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് മേ ക്യാപ്ചർ ആൻ അൺലേബിൾഡ് ആന്റിജൻ. ഒരു ആന്റിജൻ ഇവിടെ വരുന്നു, എന്നിട്ട് എന്ത് സംഭവിക്കും, ലേബിൾഡ് ആന്റിബോഡി വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഡയറക്റ്റ് എലൈസയാണ്. ഇത് ഡയറക്റ്റ് എലൈസയാണ് കേട്ടോ, സോറി. ആൻഡ് ഇൻഡയറക്റ്റ് എലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആന്റിജൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആന്റിബോഡി ആഡ് ചെയ്യുന്നു, അത് വന്ന് ബൈൻഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ എൻസൈം ലേബൽ ചെയ്യുന്നില്ല. ഡയറക്റ്റിൽ എന്താണ്, പ്രൈമറി ആന്റിബോഡി, അതായത് ആദ്യം ആഡ് ചെയ്യുന്ന ആന്റിബോഡി എൻസൈം ലേബിൾഡ് ആണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കാര്യം കഴിയും. പക്ഷെ ഇവിടെ ഇത് എൻസൈം ലേബിൾഡ് ആയിരിക്കില്ല, സെക്കൻഡറി ലേബിൾഡ് ആയിട്ടുള്ള ആന്റിബോഡി നമ്മൾ പിന്നെയും ആഡ് ചെയ്യും. സെക്കൻഡറി ആവുമ്പോൾ അത് എൻസൈം ലേബിൾഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ എലൈസ നമ്മൾ ചെയ്യുന്നതിന് ഇൻഡയറക്റ്റ് എലൈസ എന്ന് പറയും. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ആന്റിബോഡി ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു ഇൻഡയറക്റ്റ് എലൈസ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ മിൽക്കിലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഡയറക്റ്റ് എലൈസ വഴിയാണ്. ഓക്കെ, അതവിടെ പറഞ്ഞത് ആന്റിബോഡി ഇമ്മൊബിലൈസ്ഡ് ഓൺ ടു എ സോളിഡ് സപ്പോർട്ട് മേ ക്യാപ്ചർ ആൻ അൺലേബിൾഡ് ആന്റിജൻ ഇൻ ദ അനലൈറ്റ് വിച്ച് ഇസ് സബ്സിക്വന്റ്ലി ഡിറ്റക്റ്റഡ് ബൈ എ ലേബൽ ആന്റിബോഡി. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന അൺലേബിൾഡ് ആയിട്ട്, സോറി, ഈ ഒരു എന്താ പറയുക സോളിഡ് സപ്പോർട്ടിൽ ആന്റിബോഡി ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതില്ലാതെയും നമുക്ക് ചെയ്യാം. ആന്റിബോഡി ഇമ്മൊബിലൈസ്ഡ് എന്ന് പറയുന്ന ഒരു വാക്കില്ലെങ്കിൽ ദിസ് ഇസ് ഡയറക്റ്റ് എലൈസ. ആന്റിബോഡി ഇമ്മൊബിലൈസ്ഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഡയറക്റ്റ് എലൈസ. ഓക്കെ, അതായത് ഓൾറെഡി ഇതിനകത്ത് ആന്റിബോഡി പ്രസന്റ് ആയിരിക്കും, സാമ്പിളിനകത്തുള്ള ആന്റിജൻ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറി ആന്റിബോഡി ലേബിൾഡ് വിത്ത് എൻസൈം ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സബ്സ്ട്രേറ്റ് ക്രോമോജൻ സിസ്റ്റം ആഡ് ചെയ്ത് കളർ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ എലൈസ ടെക്നിക്ക് നമ്മളിപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അതുപോലെ തന്നെ പല സാധനങ്ങൾക്ക്, മെയിനായിട്ടും അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എലൈസ ചെയ്യുന്നത്. ആൻഡ് കൊമേഴ്ഷ്യലി എലൈസ കിറ്റ്സ് അവൈലബിൾ ആവും. ഓക്കെ, ആൻഡ് ഓൺ എ കോമ്പറ്റീറ്റീവ് ഇമ്മ്യൂണോഅസേ ഫോർമാറ്റ്, കോമ്പറ്റീറ്റീവ് എലൈസ എന്ന് പറയുന്ന ഒരു എലൈസയും കൂടെ, അത് ലിമിറ്റഡ് നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ്സിന് വേണ്ടിയിട്ട് ആന്റിബോഡീസ് കോമ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എലൈസ കിറ്റ്സ് അവൈലബിൾ ആണ് ആൻഡ് അത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിക്കതിലും നമ്മൾ എന്താ പറയാ എൻസൈം ലേബൽ ചെയ്യാന്ന് പറയത്തില്ലേ, ആ ലേബൽ ചെയ്യുന്ന എൻസൈം മെയിൻലി ഹോർസ് റാഡിഷ് പെറോക്സിഡേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈം ആയിരിക്കും നമ്മൾ ലേബൽ ചെയ്യുന്നത്. ഓക്കെ, ആന്റിബോഡി ലേബൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, HRP അതുപോലെ തന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈംസ്. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം വലിയ ലബോറട്ടറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ സാമ്പിൾ വരും. അപ്പൊ കുറെ സാമ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ് കേട്ടോ. അതായത് ഒറ്റയടിക്ക് 96 വെൽ അസേ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ സാമ്പിൾസ് നമുക്ക് ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസിനെ നമുക്ക് സൈമൾട്ടേനിയസ്ലി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ചീപ്പ്. എലൈസ കിറ്റ്സ് എന്ന് പറയുന്നത് ചീപ്പാണ്. നമ്മുടെ HPLC പോലെ അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. ഇറ്റ് ഇസ് വെരി ചീപ്പ് ആൻഡ് ഈസി ടു യൂസ് ആണ്. ആൻഡ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സാമ്പിൾ ക്ലീനപ്പിന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. ദെൻ ഇൻഹറന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും തന്നെ ഇതിന് ഇല്ല. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ വാഷിംഗ്. എലൈസയുടെ ഒരു പ്രശ്നം അതാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും വാഷിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ എന്താണ്, ചിലപ്പോൾ അത് ലബോറിയസ്, അതായത് ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ജോലിഭാരം കൊടുക്കുന്ന പോലെ ആവും അല്ലെ. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്.
ബട്ട് എക്കണോമിക്കലി നോക്കുമ്പോൾ എലൈസ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.